എല്ലാ കൂട്ടുകാർക്കും ശുഭദിനം നടന്നുകൊണ്ട് നമുക്ക് കിരണിന്റെയും കല്യാണിയുടെയും അടുത്ത ആഴ്ചയിലെ നല്ലൊരു പ്രൊമോ വിശേഷം കേട്ടാലോ. അതിനു മുമ്പായിട്ട് ആദ്യമായി കാണുന്നവരാണെങ്കിൽ ചാനൽ ഇഷ്ടപ്പെട്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പൊ നമുക്ക് നേരെ നമ്മുടെ വിശേഷത്തിലേക്ക് പോയാലോ. അങ്ങനെ അടുത്ത ആഴ്ചത്തെ വിശേഷം നമ്മൾ കാണുന്ന പ്രകാശിന്റെ നല്ല 8ന്റെ പണി തന്നെ ഭാനുമതി അമ്മ കൊടുക്കുന്നുണ്ട്. പ്രകാശ സ്വപ്നത്തിൽ പോലും പ്രതീക്ഷ കാര്യമായിരുന്നില്ലത്. കാരണം ഭാനുമതി അമ്മ തിരികെ വീട്ടിലേക്ക് വന്നു കഴിഞ്ഞപ്പം പ്രകാശിന്റെ വിചാരം എന്താ, കല്യാണിയോടും കിരണിനോടും ഒക്കെ ദേഷ്യമായി. അമ്മ തന്നോടൊപ്പം ഉണ്ട്, ഇനി ഇപ്പൊ തനിക്ക് പേടിക്കണ്ട, എന്തൊരു വേദന അമ്മ സപ്പോർട്ടായിട്ട് നിന്നോളും. അതുകൊണ്ട് ഇനി ഇപ്പൊ കല്യാണിയെ വക വരുത്താനായിട്ട് ഏറ്റവും നല്ല മാർഗം ഭാനുമതി അമ്മയാന്ന് പ്രകാശം കരുതി. പക്ഷെ പ്രകാശിന്റെ ആ ചിന്തകളെല്ലാം തെറ്റാന്ന് തെളിയിച്ചുകൊണ്ടുള്ള കാര്യങ്ങളൊക്കെ ആയിരുന്നു പിന്നീട് നടന്നത്. കാരണം ഭാനുമതി അമ്മയോട് പ്രകാശം പറഞ്ഞിട്ടുണ്ടായിരുന്നു, കല്യാണി ഒരു ദിവസം ഇങ്ങോട്ടേക്ക് കൂട്ടിക്കൊണ്ട് വരണം, കല്യാണിക്ക് ഒരു സദ്യ തന്നെ കൊടുക്കണമെന്ന്. അത് കേട്ട് കഴിഞ്ഞപ്പോ തന്നെ ഭാനുമതി അമ്മയ്ക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ മനസ്സിലായി. ഇവൻ എന്തോ മനസ്സിൽ പ്ലാൻ ചെയ്തിട്ടുണ്ട്. ഒന്നും കാണാതെ തന്റെ മോൻ ഇങ്ങനെ പറയില്ല എന്നറിയാം. പിന്നീട് പ്രകാശിനൊരു വിഭവ സമൃദ്ധമായ സദ്യ തന്നെ ഭാനുമതി അമ്മ ഒരുക്കുന്നുണ്ട്. അങ്ങനെ സദ്യയൊക്കെ ഉണ്ടിട്ട് പ്രകാശം ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് പോയി കിടക്കുവാണ്. ഈ സമയത്ത് ഭാനുമതി അമ്മ മനസ്സിൽ ചില കണക്കൂട്ടലുകളൊക്കെ നടത്തി. ഇവൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിൽ അത് തന്റെ കൊച്ചുമക്കൾക്ക് ആപത്താണ്. കാർത്തികയാണെങ്കിലും കല്യാണിക്കാണെങ്കിലും ആപത്താണ് സംഭവിക്കാനായിട്ട് പോകുന്നത്. ഇവന്റെ മോന് വിക്രം കാരണം കാർത്തികയുടെ തലതല്ലി പൊളിച്ചിട്ടിരിക്കുക. ഇനിയിപ്പോ ഇവൻ എഴുന്നേറ്റ് നടന്നിട്ടുണ്ടെങ്കിലോ കല്യാണിയും കിരണിനെ ഇല്ലാതാക്കും. അതൊരു കാരണവശാലും പാടില്ല. എന്തെങ്കിലും ചെയ്തേ മതിയാവുള്ളൂ എന്നൊക്കെ വിചാരിച്ചുകൊണ്ട് ഇങ്ങനെ ഭാനുമതി അമ്മ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എത്രയും പെട്ടെന്ന് ചെയ്യണം, അല്ലെങ്കിൽ ഇവൻ അപകടകാരിയാണ്. ഇവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവനാണ്. താൻ ഇങ്ങോട്ട് വന്നു കഴിഞ്ഞപ്പോഴത്തേന് ഇവന്റെ സന്തോഷം കണ്ടില്ലേ, താൻ എന്തോ വലിയ മല മറിക്കുമെന്നുള്ള രീതിയിലാണ് ഇവന് ഇരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവനിട്ടൊരു പണി തന്നെ കൊടുക്കണമല്ലോ എന്നൊക്കെ ഓർത്തുകൊണ്ട് ഇങ്ങനെ ഭാനുമതിമേ ഇരിക്കുക. എന്ത് പണി കൊടുക്കണമെന്ന് ചിന്തിച്ചോണ്ട് ഈ സമയത്ത് സരു മനോഹറിന്റെ അരികിലേക്ക് ചെല്ലുന്നുണ്ട്. മനോഹറിന്റെ അടുത്ത് എന്നിട്ട് പറഞ്ഞു, മനുവേട്ട എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് പോണെന്ന് പറയണം. ഇത് കേട്ടിഞ്ഞ് മനോഹർ പറഞ്ഞു, എങ്ങോട്ട്? അല്ല മനുവേട്ടൻ അതൊക്കെ മറന്നുപോയോ? അമേരിക്കയിൽ പോകുന്ന കാര്യം 2 ആഴ്ചക്കുള്ളിൽ ടിക്കറ്റും കാര്യങ്ങളൊക്കെ ശരിയാക്കാന്ന് പറഞ്ഞിട്ടോ, വിസയുടെ കാര്യങ്ങളൊക്കെ. ഓ അതാണോ? അത് ഞാൻ പറഞ്ഞില്ലേ മോളൂ, ഇപ്പൊ കുറച്ച് പ്രശ്നത്തിലെ കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അത് പെട്ടെന്നൊന്നും അങ്ങോട്ടേക്ക് പോകാൻ പറ്റില്ലെന്ന് പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോ സരിയു പറഞ്ഞു, എത്ര നാളെന്ന് വെച്ചാൽ മനുവേട്ടൻ ഞാനിങ്ങനെ കാത്തു കിട്ടിയിരിക്കുന്നത്. ഇപ്പൊ തന്നെ തലയ്ക്ക് ഭ്രാന്ത് പിടിച്ചിരിക്കുന്ന അവസ്ഥയില. ആ കിരണാണെങ്കിലോ എഴുന്നേറ്റ് നടന്നു. ഞാൻ ഒന്നും അല്ലാതായി മാറിക്കൊണ്ടിരിക്കുക. അവനിട്ടൊരു പണി കൊടുക്കാന്ന് വെച്ചിട്ട് ആ കിരണിനും കല്യാണിക്കിട്ട് ഒരു പണി കൊടുക്കാൻ പറ്റുന്നില്ല. എല്ലാവരുടെ മുന്നിൽ നാണം കെട്ട് തല കുനിച്ച് ഞാൻ നിൽക്കുക. എന്തെങ്കിലും ഒരു മാർഗം ഉണ്ടാക്കിയേ പറ്റുള്ളൂന്ന് പറയാം. എന്റെ മോളു, നീ ഇത് ഓർത്ത് വിഷമിക്കണ്ട, സമയമുണ്ടല്ലോ എന്ന് പറയണം എന്നും പറഞ്ഞിട്ട് മനോഹർ പറഞ്ഞു, അതെ എനിക്ക് ഇന്നൊരു ക്ലയന്റിനെ കാണാൻ പോകാനുണ്ടെന്ന് പറഞ്ഞ് അങ്ങോട്ടേക്ക് പോവാണ്. ആ സമയത്ത് സരുവിന് ഡൗട്ട്, മനുവേട്ടൻ തന്നെ പറ്റിക്കുന്നതാണോ? കഴിഞ്ഞ തവണ ഇതുപോലൊക്കെ തന്നെയായിരുന്നു. പിന്നീട് മനോഹർ പോയ വഴിയെ സരു അന്വേഷിക്കുകയാണ്. മനോഹർ എങ്ങോട്ടാ പോയെന്ന് സംശയം ഉള്ളിൽ വന്നിട്ടുണ്ട്. പിന്നെ കാണുന്നതെല്ലാം സംശയദൃഷ്ടിയോട് കൂടിയാണല്ലോ നോക്കോളൂ. മുമ്പാണെങ്കിൽ സരുവിന് അങ്ങനെ സംശയങ്ങളും കാര്യങ്ങളൊന്നും ഇല്ലായിരുന്നു. പക്ഷെ ഇപ്പോഴങ്ങനെയല്ല. മനോഹർ എങ്ങോട്ട് പോയിട്ടുണ്ടെങ്കിലും സരുവിന്റെ ഒരു കണ്ണ് മനോഹറിന്റെ മേലുണ്ടായിരിക്കും. എങ്ങോട്ടാ പോയത് എന്താന്നൊക്കെ അന്വേഷിക്കാനായിട്ട് തിടുക്കപ്പെടും. ഏതോ ഒരു ക്ലയന്റിനെ കാണാനുണ്ട് എന്നും പറഞ്ഞിട്ടാണല്ലോ മനുവേട്ടൻ പോയിരിക്കുന്നത്. അങ്ങനെ മനോഹർ പറഞ്ഞ സ്ഥലത്തൊക്കെ സരു അന്വേഷിക്കണം. അവിടെ ഒന്നും മനോഹർ ചെന്നിട്ടില്ലെന്നുള്ള വിവരം അറിഞ്ഞു. അങ്ങനെയാണെങ്കിൽ മനുവേട്ടൻ തന്നോട് എന്തിനായിരിക്കും കള്ളത്തരം പറയണേ? ഇനിയിപ്പം വേറെന്തെങ്കിലും പ്രശ്നം കാണുമായിരിക്കുമോ, തന്നിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുമായിരിക്കുന്നോ എന്നൊരു ചിന്തയൊക്കെ മനസ്സിലേക്ക് വരുന്നുണ്ട്. അങ്ങനെ സരു ആലോചിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് ശാരി ഇങ്ങോട്ടേക്ക് വരുന്നേ. ശാരിയെ കണ്ടു കഴിഞ്ഞപ്പോഴത്തേനും സരു എന്നിട്ട് ചോദിച്ചു, അല്ലമ്മേ എനിക്ക് ചില കാര്യങ്ങളൊക്കെ ചോദിക്കാണ്ടെന്ന് പറയണം. എന്ത് കാര്യങ്ങളാ? അല്ലേ വേണ്ടാന്ന് പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പം ശാരിക്ക് തോന്നി എന്തോ സരുവിന്റെ മനസ്സിൽ എന്തോ ടെൻഷൻ ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ ഇങ്ങനെ ഒരിക്കലും ഇങ്ങനെ ചോദിക്കേണ്ട കാര്യമില്ലല്ലോ. പിന്നീട് ശാരി പറഞ്ഞു, മോളെ എനിക്കറിയാം നിന്റെ മനസ്സിൽ എന്തൊക്കെയോ സംശയങ്ങളും കാര്യങ്ങളും ഇപ്പോഴും ഉണ്ടല്ലേന്ന് ചോദിക്കണം. ഏയ് അങ്ങനെയൊന്നും ഇല്ലാന്ന് പറയണ. സരുവിന് പെട്ടെന്ന് അതങ്ങോട്ട് സമ്മതിച്ചു കൊടുക്കാൻ ഒരു മടി, നാണക്കേടാണല്ലോ. ഇത്രയും കാലം താൻ തന്നെ മനുവേട്ടൻ പൊക്കി പിടിച്ചോണ്ട് നടന്നിട്ട് ഇപ്പൊ സംശയം ഉണ്ടെന്ന് പറഞ്ഞ് അമ്മയുടെ അടുത്തേക്ക് എന്നാ അവരെന്ത് വിചാരിക്കും എന്നൊരു ചിന്തയായിരുന്നു. ശാരി പറഞ്ഞു, മോളെ ഇനിയെങ്കിലും നീ സൂക്ഷിച്ചും കണ്ട് നടക്കണം. അറിയാലോ ബാങ്ക് ലോക്കറിലെ സ്വർണവും കാര്യങ്ങളൊക്കെ ഇരിപ്പുണ്ട്. അത് നഷ്ടപ്പെടാൻ നീ നോക്കണമെന്ന് പറയണം. അത് കേട്ട് കഴിഞ്ഞപ്പോഴത്തേനും സരുവിന് പെട്ടെന്ന് ആ കാര്യത്തെക്കുറിച്ച് ഓർമ്മ വന്നേ. ബാങ്ക് ലോക്കറിൽ സ്വർണ്ണമൊക്കെ ഉണ്ട്. മനുവേന്റെ കൈ കൊടുത്തിട്ടുണ്ട്. പിന്നീട് ചോദിച്ചു, അല്ല മോളെ അതൊക്കെ സേഫ് അല്ലേന്ന് ചോദിക്കാം. അത് കുഴപ്പമൊന്നുമില്ല, അതൊക്കെ സേഫായിട്ട് തന്നെ അവിടെ ഇരിക്കുന്നുണ്ടെന്ന് പറയണം. പക്ഷെ അങ്ങനെ പറഞ്ഞെങ്കിലും സരുവിന്റെ നെഞ്ചിലൊരു പിടപ്പായിരുന്നു. ആ സ്വർണ്ണം അവിടെ ഉണ്ടോ? മനുവേട്ടനോട് താൻ പറയുകയും ചെയ്തു അതെല്ലാം വിറ്റിട്ട് അമേരിക്കയ്ക്ക് പോകുന്ന സമയത്ത് ബാങ്കിൽ സേവ് ചെയ്താൽ മതി എന്നുള്ള കാര്യം. ഇനിയിപ്പോൾ മനുവേട്ടൻ അത് വിറ്റിട്ടുണ്ടായിരിക്കും എടുത്ത്. പക്ഷെ അതിനെക്കുറിച്ചൊന്നും തന്നോടൊന്നും പറഞ്ഞിട്ട് പോലുമില്ല. വിറ്റിയുമെന്ന് പറയേണ്ടതായിരുന്നല്ലോ. പക്ഷെ അതൊന്നും പറഞ്ഞിട്ട് പോലുമില്ല.
അതൊക്കെ ഓർത്ത് കഴിഞ്ഞപ്പോഴത്തേനും സരുവിന്റെ മനസ്സിലൊരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട്. പിന്നീട് സരു അങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോഴത്തേനും ശാരിക്ക് സംശയങ്ങളായി. കാരണം മോളുടെ മോൻ കണ്ടു കഴിഞ്ഞപ്പോൾ എന്തോ ഒരു സംശയമുള്ളത് തോന്നുന്നുണ്ട്. അവളുടെ മനസ്സിൽ എന്തോ ഒരു ചിന്തയുണ്ട്, എന്തോ ഒരു വിഷമം കടന്നു പോയിട്ടുണ്ടെന്നുള്ള കാര്യം മനസ്സിലായി. പിന്നീട് രാഹുലിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. രാഹുലിന്റെ അടുത്ത് എന്നിട്ട് ഈ കാര്യങ്ങളൊക്കെ പറയാണ്. എല്ലാം കേട്ട് കഴിഞ്ഞപ്പോൾ രാഹുൽ പറഞ്ഞു, എത്ര കാലമായടി ഈ ഒളിച്ചുകളി തുടങ്ങിയിട്ട്, ഇനിയെങ്കിലും അവള് സത്യങ്ങൾ തിരിച്ചറിഞ്ഞില്ലെങ്കിൽ ഇപ്പൊ തന്നെ അവളുടെ ജീവിതം നശിച്ചു പോയി. ഇനി അവൾക്ക് വേറെ ജീവിതം ഉണ്ടാകത്തില്ല. എന്നാലും നമ്മുടെ മോളുടെ ജീവിതം നമ്മുടെ കൺമുന്നിൽ ഇങ്ങനെ നശിക്കുന്ന കാണും നമുക്ക് സഹിക്കാൻ പറ്റുന്ന കാര്യമാണോ? ശരിക്കും പറഞ്ഞാൽ ആ കല്യാണിയും കിരണൊന്നും അല്ല ഇപ്പൊ തീർക്കേണ്ടത്. ഇപ്പൊ തീർക്കേണ്ടത് ആരെയാണെന്നറിയാവോ? അവനെയാണ്. ആ മനോഹർ എന്ന് പറയുന്ന ദുഷ്ടനെയാന്ന് പറയണ. അവനെ ആദ്യം തീർക്കണമെന്ന് പറയണ. പിന്നീട് ശാരി പറഞ്ഞു, കാര്യമൊക്കെ ശരി തന്നെയാ, പക്ഷേങ്കിൽ അവനെ അത്ര പെട്ടെന്ന് തീർക്കാൻ പറ്റില്ല. അറിയാലോ, അവനെ കുതന്ത്ര ബുദ്ധിക്കാരനാന്ന് പറയണ. രാഹുൽ പറഞ്ഞ, എത്ര ബുദ്ധിക്കാരനാണെങ്കിലും ഒരു ദിവസം വീഴും. അവനിട്ട് എന്താണെങ്കിലും പണി കൊടുക്കണം. ഇങ്ങനെ അവനെ മുന്നോട്ട് വിട്ടിട്ട് കാര്യമില്ല. കാരണം ഓരോ ദിവസം നമ്മുടെ മോളുടെ ജീവിതം തകർന്നുകൊണ്ടിരിക്കുമെന്ന് പറയണം. ശാരി പറഞ്ഞു, നീ എന്ത് ചെയ്യാനാ ഉദ്ദേശം? ഞാൻ കിടപ്പായി പോയില്ലേ, അല്ലെങ്കിൽ എന്തായാലും ചെയ്യാമെന്ന് പറയണം. ശാരി പറഞ്ഞു, പിന്നെ നിങ്ങൾ കിടപ്പായി പോലും ഇല്ലെങ്കിലും നിങ്ങളെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ? ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇത്രയും കാലമായി ഇന്ന് വരെ മോളുടെ ജീവൻ രക്ഷിക്കാനായിട്ട് പറ്റിയില്ല. അവളിങ്ങനെ ഓരോ ദിവസം അവളുടെ ജീവൻ പോയിക്കൊണ്ടിരിക്കുക. മിക്കവാറും മനോഹരനെ കുറിച്ചുള്ള കാര്യങ്ങളൊക്കെ അറിഞ്ഞു കഴിയുമ്പോഴത്തേനും അവൾ എന്താക്കിയാ ചെയ്യുന്ന പറയാൻ പോലും പറ്റില്ല. എന്നിട്ടാണ് നിങ്ങൾ അച്ഛനാന്നും പറഞ്ഞുകൊണ്ട് ഇങ്ങനെ ഇരിക്കുന്നു, എന്തിനു കൊള്ളാന്നൊക്കെ പറഞ്ഞിട്ട് ശാരി അങ്ങോട്ടേക്ക് ദേഷ്യപ്പെട്ട് അങ്ങോട്ട് പോവാണ്. ഈ സമയത്ത് ഭാനുമതി മുത്തശ്ശി പോയി പ്രകാശന് മുറി നോക്കുകയാണ്. പ്രകാശന് ഊണൊക്കെ കഴിഞ്ഞ് നല്ല സുന്ദരമായിട്ട് കിടന്നങ്ങോട്ട് ഉറങ്ങുവാണ്. ആഹാ, അങ്ങനെയാണെങ്കിൽ ഒരു പണി കൊടുക്കാൻ പറ്റിയ സമയം തന്നെ ഇത്. ഇവന്റെ കാലും കൈയൊക്കെ തല്ലി ഓടിക്കുവാണെങ്കിൽ പിന്നെ ഇവൻ എഴുന്നേറ്റ് നടന്ന് ദുഷ്ടപ്രവൃത്തി ചെയ്യത്തില്ലോ. കിടന്ന കിടപ്പ് കിടന്നിട്ടുണ്ടെങ്കിൽ താൻ ഇവന് നോക്കിയാൽ മതിയല്ലോ, ഇവന് ചെലവിന് കൊടുത്താൽ മതിയല്ലോ. ഇതിനേക്കാളും ഭേദം അത് തന്നെയാണ്. അതുകൊണ്ട് ആ കാര്യത്തിൽ ഒരു ടെൻഷനും മുത്തശ്ശിക്കില്ലായിരുന്നു. പിന്നീട് മുത്തശ്ശി അവിടെ ഇവിടെ നോക്കി കഴിഞ്ഞപ്പോഴത്തേനും അവിടെ വിക്രം കൊണ്ടുവന്ന് വെച്ചിരിക്കുന്ന ആ കമ്പിവടി കണ്ടു, ഇരുമ്പ് വടി കണ്ടു. ഇത് വെച്ച് തന്നെ കൊടുക്കാം. ഇത് വെച്ചായിരിക്കും ആ ദുഷ്ടൻ കാർത്തികയുടെ തലയിൽ തല്ലിപ്പൊളിച്ചേ. ഇത് വെച്ച് തന്നെ ഇവന്റെ കാലിട്ട് കൊടുക്കാന്ന് വിചാരിച്ചിട്ട് ചെന്നിട്ട് പ്രകാശന്റെ കാലിട്ട് അടിക്കുകയാണ്. പ്രകാശൻ അയ്യോന്ന് ഒറ്റ നിലവിളിയായിരുന്നു. ഉറക്കത്തിൽ അങ്ങോട്ട് വന്ന സമയത്താണ് ഭാനുമതി മുത്തശ്ശി അടിക്കുന്നത്. പെട്ടെന്ന് പ്രകാശങ്ങൾ നോക്കിക്കഴിഞ്ഞപ്പോഴത്തേനും ആ ഇരുമ്പ് കമ്പി വെച്ച് വീണ്ടും അമ്മ അടിക്കുന്ന കാഴ്ച കണ്ട. എന്താ അമ്മയെ കാണിക്കണമെന്ന് ചോദിക്കുകയാണ്. പക്ഷെ ഭാനുമതി അമ്മ വിട്ടില്ല, നന്നായിട്ട് കൊടുത്തു. ആ കാലങ്ങനെ ഒടിഞ്ഞു തൂങ്ങിക്കിടന്നു. പ്രകാശം കിടന്ന് അലറി വിളിക്കാൻ തുടങ്ങി, നീ കരയടാ, നീ കര. നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്റെ കൊച്ചുമോളുടെ ജീവൻ അങ്ങ് എടുക്കാന്നോ? അത് ഒരിക്കലും നടക്കാൻ പോകുന്ന കാര്യമില്ലടാ. ഇനി എനിക്ക് സമാധാനമായി, നിന്നെ ഞാൻ നോക്കിക്കോളാം, എനിക്ക് കുഴപ്പമൊന്നുമില്ല. പക്ഷെ എന്നാലും നീ കിടക്കുന്നിടത്തുനിന്ന് എഴുന്നേക്കില്ലല്ലോ. കുറച്ച് നാളത്തേക്ക് അവൾ സ്വസ്ഥതയും സമാധാനത്തോടും കൂടി ജീവിച്ചോട്ടാ, നിന്റെ ശല്യമില്ലാതെ. ഇനി നിനക്ക് ഈ അനുഭവമായിരിക്കും ഉണ്ടാകാൻ പോകുന്നത്. എൻ്റെ മക്കളുടെ നേർക്ക് നീ എന്തെങ്കിലും ആയിട്ട് ചെന്നിട്ടുണ്ടെങ്കിൽ എന്നൊക്കെ പറയണം. ആ സമയം ലക്ഷ്മിയമ്മ കാർത്തിയെക്കുറിച്ച് കാര്യങ്ങളൊക്കെ അറിഞ്ഞു. പിന്നീട് ഹോസ്പിറ്റലിലേക്ക് വരുവാണ്. കാർത്തിയെ കണ്ടത് ലക്ഷ്മിയമ്മയ്ക്ക് ആ പാടെ സങ്കടമായിപ്പോയി. പിന്നീട് കാർത്തിയെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. പറഞ്ഞു, ഞാൻ പറഞ്ഞല്ലേ മോളെ എന്നോടൊപ്പം വരാനായിട്ട്, ഇവിടെ നിൽക്കണ്ടെന്ന് പറഞ്ഞല്ലേ എന്നൊക്കെ ചോദിക്കുകയാണ്. സാരമില്ലമ്മേ, എനിക്ക് കുഴപ്പമൊന്നുമില്ല. കിരണും കല്യാണിയും കൃത്യസമയത്ത് വന്നുകൊണ്ട് ഞാൻ രക്ഷപ്പെട്ടെന്ന് പറയണം. അവരെത്തിയില്ലായിരുന്നെങ്കിലോ എന്താ സംഭവിക്കാൻ പോകുന്നേ? ആ ഗംഗാപ്രസാദ് അകത്താന്ന് പറഞ്ഞിട്ടും കാര്യമില്ല. അവൻ എന്തും ചെയ്യാൻ മടിക്കാത്തവൻ ദുഷ്ടനാണ്. അതുകൊണ്ട് ഇനി നമ്മളിവിടെ നിൽക്കുന്നത് സേഫ് അല്ലെന്നൊക്കെ ലക്ഷ്മിയൻ പറയണം. ഇത് കേട്ടപ്പോൾ കാർത്തിക പറഞ്ഞു, ആ കാര്യത്തിൽ പേടിക്കൊന്നും വേണ്ട. കിരണും കല്യാണിയും ഉള്ളിടത്തോളം കാലം എനിക്കൊന്നും സംഭവിക്കാൻ പോകുന്നില്ല. ധൈര്യമായിട്ടിരിക്കുക. അമ്മ വിഷമിക്കേണ്ട കാര്യമൊന്നും ഇല്ല എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ലക്ഷ്മിനെ അങ്ങനെ ആശ്വസിപ്പിക്കുന്നുണ്ട്. പിന്നീട് ഭാനുമതിയമ്മ എന്ത് ചെയ്യണം, പ്രകാശന്റെ കാലം തല്ലി ഒടിച്ചിട്ട് ഇട്ടതിന് ശേഷം അവിടെ നീ കുറച്ചേരം കിടക്കുക, നിന്നെ അത്ര പെട്ടെന്നൊന്നും ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകുന്നില്ലെന്ന് പറയണേ. അതിന് ശേഷം നേരെ കിരണിന്റെയും കല്യാണിന്റെ അടുത്തേക്ക് ചെല്ലുവാണ്. അപ്പം ഭാനുമതിയമ്മ അങ്ങോട്ട് ചെന്ന് കഴിഞ്ഞപ്പോഴത്തേനും കല്യാണി വെച്ച്, എന്താ അമ്മൂമ്മ ഈ സമയത്ത് വരുന്നല്ലോ എന്ന് പറയണം. എൻ്റെ മോളെ, ഒരു സന്തോഷ വാർത്ത ഉണ്ടെന്ന് പറയണം. സന്തോഷ വാർത്ത എന്ത്? ഞാൻ ഒരുത്തന്റെ കാലിൽ തല്ലി ഒടിച്ചിട്ട് എങ്ങോട്ട് വന്നേന്ന് പറയണം. കാല് തല്ലി ഒടിച്ചെന്ന്? ആരുടെ? അത് മോളുടെ അച്ഛന്റെ ആ പ്രകാശൻ എന്ന് പറയുന്ന ദുഷ്ടന്റെ ആന്ന് പറയണേ. പ്രകാശന്റെ ഒന്ന് ചോദിച്ചു കിരൺ അങ്ങോട്ടേക്ക് വരുവാണ്. അതെ മോനെ, എനിക്ക് സഹിക്കാൻ പറ്റിയില്ല. അവന്റെ അടുത്തേക്ക് ഞാൻ പോയിട്ടുണ്ടായിരുന്നു. അവന്റെ വിചാരം ദേ, അവന്റെ സ്നേഹിക്കാൻ ഞാൻ തുടങ്ങിയിട്ടുണ്ട്. എൻ്റെ കല്യാണി മോളോടും കിരൺ മോനോടും ഒക്കെ ഇപ്പൊ ദേഷ്യത്തിലാന്നുള്ള ചിന്തയിലായിരുന്നു അവനുണ്ടായിരുന്നേ. അവന്റെ മനസ്സിൽ വേറെന്തോ പ്ലാൻ ഉണ്ട്. എൻ്റെ മോളെ ഇല്ലാതാക്കാൻ വേണ്ടിയിട്ടുള്ള പ്ലാനുകളായിരുന്നു കിരണിനോടും കല്യാണിയും തുറന്നു പറയണം. അങ്ങനെയാണ് പിന്നെ ഞാൻ അവനെ വെറുതെ വിടുവോ? അവൻ ഉറങ്ങി കിടക്കുന്ന സമയത്ത് ഇരുമ്പോടെ എടുത്ത് അവന്റെ കാല് അടിച്ചു ഓടിച്ചിട്ടുണ്ട് ഞാൻ എന്ന് പറയണം. എന്നിട്ടൊന്ന് കല്യാണി വെച്ചു. എന്നിട്ടെന്താ അവിടെ കിടപ്പുണ്ട്, ഞാൻ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയിട്ടില്ല, ഇത്തിരി കഴിഞ്ഞിട്ട് കൊണ്ടാവും. അവൻ വേദന സഹിക്കട്ടെ. അവൻ അത്ര ദുഷ്ടത്തരം ചെയ്തിട്ടുണ്ട്, ഇനി എത്ര ദുഷ്ടത്തരം ചെയ്യാനായിട്ട് അവൻ ഒരുങ്ങിയിരിക്കുമായിരുന്നു എന്നൊക്കെ പറയണം. അത് കേട്ടുകഴിഞ്ഞപ്പോൾ കല്യാണി പറഞ്ഞു, അത് പിന്നെ മുത്തശ്ശി, എൻ്റെ മോളെ
ദേ അവരോട് നമ്മൾ ദയാനും സഹാനുഭൂതിയും ദയൊന്നും തോന്നിട്ട് ഒരു കാര്യമില്ല. കാരണം അത്രയ്ക്ക് ദുഷ്ടനവന്. അവൻ ജീവനോടെ ഭൂമിയിലുണ്ടെങ്കിലേ മോളെ ഇനി ഉപദ്രവിക്കാൻ വരും. ജനിപ്പിച്ചു വിട്ടില്ലേ, തല്ലി കൊല്ലാൻ പറ്റില്ലാത്തതുകൊണ്ട് മാത്രം കൊന്നില്ലെന്ന് മാത്രമുള്ളൂ. കുറച്ച് ജീവനും വെച്ചിട്ടുണ്ട്. എന്തായാലും വേദന കൊണ്ട് പൊളയുന്ന കണ്ടാ ഞാൻ ഇങ്ങോട്ടേക്ക് വന്നേ. ഇപ്പൊ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോണ്ട, കുറച്ച് കഴിഞ്ഞിട്ട് കൊണ്ടുപോയാൽ മതി എന്ന് വിചാരിച്ചെന്നൊക്കെ പറയണം. ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ കിരൺ പറഞ്ഞു, അതെന്താണ് അയാൾക്ക് കിട്ടേണ്ടതാന്ന് പറയണം. അയാൾ അവിടെ കിടക്കട്ടെ എന്ന് പറയണം. അയാൾ കിടന്നിട്ട് വേദന എന്താന്ന് അനുഭവിക്കണം. കാരണം അയാളുടെ മോൻ ചെയ്ത ക്രൂരത ചില്ലറയല്ലല്ലോ. കാർത്തികയുടെ തല അടിച്ചു പൊട്ടിച്ച് എന്നിട്ടും അവനെ ഇറക്കാനായിട്ട് അവന് സപ്പോർട്ട് ചെയ്തുകൊണ്ടല്ലേ അവനവിടെ നിന്നേ. അപ്പൊ അവനും കിടന്ന് അനുഭവിക്കട്ടെ എന്ന് പറയണം. പിന്നീട് അതിനെ കുറെ സമയം കഴിഞ്ഞതിന് ശേഷമാണ് പ്രകാശനെ ഹോസ്പിറ്റലിലേക്ക് എത്തിക്കുന്നത്. പ്രകാശനെ ഹോസ്പിറ്റലിൽ എത്തി കഴിഞ്ഞപ്പോൾ പ്രകാശന്റെ കാല് ഒടിഞ്ഞിട്ടുണ്ടായിരുന്നു. കാല് പ്ലാസ്റ്റർ ഒക്കെ ഇട്ടു. വേദന കൊണ്ട് പ്രകാശൻ നിൽക്കത്തില്ലാത്തൊരവസ്ഥയാണ്. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഭാനുമതി മുത്തശ്ശി അങ്ങോട്ടേക്ക് വന്നിട്ട്, എടാ നീ അനുഭവിക്കടാ. ഇപ്പൊ നീ അനുഭവിക്കുന്ന വേദന ഉണ്ടല്ലോ, ഇതിന്റെ ഇരട്ടി വേദന കല്യാണ മോള് ചെറുപ്പത്തിൽ അനുഭവിച്ചിട്ടുണ്ട്, അറിയാലോ. നീ നിസാര കാര്യത്തിന് പോലും അവളെ അടിക്കുകയൊക്കെ ചെയ്യായിരുന്നു, വഴക്ക് പറയായിരുന്നു. എന്തൊക്കെ പ്രകടനങ്ങളായിരുന്നു നീ കാഴ്ച വെച്ചുകൊണ്ടിരുന്നേ. ഇപ്പൊ കണ്ടില്ലേ, അതിനുള്ള തിരിച്ചടിയായിട്ടാ നിന്റെ സ്വന്തം പെറ്റമ്മ നിന്റെ കാല് തല്ലി ഒടിച്ചിരിക്കുന്നത്. മര്യാദയ്ക്ക് ഇരുന്നില്ലെങ്കിൽ നിന്റെ അടുത്ത കാലും 2 കൈയും കൂടെ ഞാൻ തല്ലി ഒടിക്കുമെന്ന് പറയണം. ഇത് കേട്ടപ്പം പ്രകാശൻ എന്ത് മറുപടി പറയാൻ നടത്തില്ല. നീ എന്താടാ മിണ്ടാത്തെ? നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എല്ലാം മറന്ന് ഞാൻ നിന്നോടൊപ്പം വന്ന് കൂടിയെന്നോ? എടാ, എന്റെ കൊച്ചുമോൾക്ക് എന്തെങ്കിലും ആപത്ത് സംഭവിക്കാന്ന് പറഞ്ഞാൽ എനിക്ക് വെറുതെ ഇരിക്കാൻ പറ്റില്ലടാ. ഞാൻ കുറെ ക്രൂരത ചെയ്തിട്ടുണ്ട്, പക്ഷെ ഇനി അത് ഉണ്ടാവില്ല. എന്താണെങ്കിലും എനിക്ക് നിന്നെപ്പോലൊരു മകൻ ഇല്ലേലും കുഴപ്പമില്ല. നിന്നെ തല്ലി കൊല്ലാൻ പറ്റാത്തതുകൊണ്ടാണ് നിന്റെ കാലിയം തല്ലി ഒടിച്ചിരിക്കുന്നത്. നീ ഇവിടെ കിടന്ന് ഈ കിടപ്പ് കിടന്ന് അനുഭവിക്കണം എന്ന് പറയണം. പിന്നീട് ഭാനുമതി മുത്തശ്ശി നേരെ കാർത്തികനെ കാണാനായിട്ട് അങ്ങോട്ട് ചെല്ലുന്നേ. അങ്ങനെ കാർത്തികയെ കണ്ടു കഴിഞ്ഞാൽ ഭാനുമതി മുത്തശ്ശിക്ക് സങ്കടമായിപ്പോയി. പിന്നീട് പറഞ്ഞ്, മോള് വിഷമിക്കൊന്നും വേണ്ട കേട്ടോ, അവനൊരുത്തനുണ്ടല്ലോ ആ പ്രകാശൻ, അവനെ അപ്പുറത്തെ മുറിയിൽ അഡ്മിറ്റ് ആക്കിയിട്ടുണ്ടെന്ന് പറയണേ. അഡ്മിറ്റ് ആക്കിയൊന്ന് ലക്ഷ്മിയമ്മ ചോദിച്ചു. അതെ, അഡ്മിറ്റ് ആക്കിയിട്ടുണ്ട്. അവന്റെ കാല് ഞാൻ തല്ലി ഒടിച്ചെന്ന് പറയണം. പിന്നീട് ലക്ഷ്മിയുടെ തിന്നിട്ട് പറഞ്ഞു, ഞാൻ ഒത്തിരി മോളെ ഉപദ്രവിച്ചിട്ടുണ്ട്. അന്നത്തെ ആ സാഹചര്യം എൻ്റെ അതായി പോയിരുന്നു. പക്ഷെ പിന്നീട് എനിക്ക് സത്യാവസ്ഥ ബോധ്യപ്പെട്ടെ. മോളെ അതൊന്നും മനസ്സിൽ വെച്ച് എന്നോട് പെരുമാറില്ലെന്ന് പറഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ പറഞ്ഞു, അതൊന്നും ഓർത്ത് അമ്മ വിഷമിക്കണ്ട, എന്റെ മനസ്സിലിപ്പോൾ അത്തരം കാര്യങ്ങളൊന്നും ഇല്ലാന്ന് പറയണം. ഈ സമയം കാർത്തിക പറഞ്ഞു, എനിക്ക് അയാളെ ഒന്ന് കാണണം, എൻ്റെ അച്ഛൻ എന്ന് പറയുന്ന ദുഷ്ടനെ എനിക്കൊന്ന് കാണണം എന്ന് പറയണം. ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ കാർത്തിക പറഞ്ഞു, അല്ല ഇത് കേട്ടുകഴിഞ്ഞപ്പോൾ ലക്ഷ്മിയമ്മ വെച്ചു, അത് വേണോ മോളെന്ന് ചോദിക്കാം. വേണോ അമ്മേ, എനിക്ക് കാണണം എന്ന് പറയണം. അയാൾ ആ കിടപ്പ് കിടക്കുന്ന കാണണം. അയാളുടെ മോൻ കാരണം തന്നെ ഞാനിപ്പോൾ ഈ അവസ്ഥയിൽ കിടക്കുന്നത്. അങ്ങനെയാണെങ്കിൽ അയാളുടെ കിടപ്പ് എനിക്കും കാണണമെന്ന് പറയണം. പിന്നീട് കുറച്ചു നേരം കഴിഞ്ഞ് കഴിഞ്ഞപ്പോഴത്തേനും കാർത്തിക ലക്ഷ്മിയും കൂടെ പ്രകാശിന്റെ അടുത്തേക്ക് വരുവാണ്. പ്രകാശന് കാലൊക്കെ ഇങ്ങനെ സർജറി കഴിഞ്ഞതിന് കാലൊക്കെ ഇച്ചിരി പൊക്കി വെച്ച് ഇങ്ങനെ കിടക്കുകയാണ്. വേദനയുണ്ട് ഇടയ്ക്ക് പ്രകാശന്. വേദന സഹിக்க വയ്യാതെ വന്നപ്പോഴത്തേനും പ്രകാശന് കട്ട കരിപ്പായിരിക്കും. ഈ സമയത്താണ് കാർത്തികയുടെ ലക്ഷ്മിയമ്മയുടെ വരവ്. അവർ വന്നിട്ട് പ്രകാശനെ അടിമുടി നോക്കുകയാണ്. പ്രകാശൻ ആ കാഴ്ചയുണ്ട്. പ്രകാശൻ മോൻ തിരിച്ചിരുന്ന് അപ്പത്തേനും ലക്ഷ്മിയമ്മ പറഞ്ഞു, എടാ പ്രകാശ, ഇപ്പോഴാണ് എനിക്ക് സന്തോഷമായത്. നിന്റെ പെറ്റമ്മ തന്നെ നിനക്കിട്ട് പണി തന്നില്ലേ? നീ എന്താ വിചാരിച്ചോണ്ടിരുന്നേ? എന്നും ഇങ്ങനെ സന്തോഷമായിട്ട് ജീവിക്കാന്നോ? എടാ, നിനക്കിട്ടുള്ള പണിയല്ലേ കിട്ടിയിരിക്കുന്നേ. കണ്ടോ, ഇതല്ല ഇനി ഇതിന്റെ അപ്പുറമായിരിക്കും നിന്റെ മോനിട്ട് കിട്ടാൻ പോന്നേ. അവനെങ്ങാനും ഇനി ജയിൽ മോചിതനായിട്ട് പുറത്തു വരുവാണെങ്കിൽ അവനെ തീർത്ത് കളയും. എന്റെ മോളുടെ തലയെ തല്ലിപ്പൊടിച്ചേ എന്ന് പറയണ. ഇത് കേട്ടൻ പ്രകാശം പറഞ്ഞു, എല്ലാത്തിനും ഏതിനും എതിരും നിന്നോടൊക്കെ ആ കിരണും കല്യാണം ഒപ്പോടെന്നുള്ള ഒരു ചിന്തയല്ല നിന്റെ മനസ്സിലുള്ളതെന്ന് ചോദിക്കും. ഇത് കേട്ടപ്പം കാർത്തി പറഞ്ഞു, അതെ, ആദ്യ ചിന്ത തന്നെയുള്ളത്. ഇനി എൻ്റെ ജീവിതത്തിലുടനീളം അങ്ങനെ തന്നെയായിരിക്കും. എനിക്ക് എന്ത് സംഭവിച്ചാലും എന്നെ രക്ഷിക്കാനായിട്ട് അവർ ഓടിയെത്തും. അതാണ് കൂടപ്പുറപ്പ് സ്നേഹം എന്ന് പറഞ്ഞാൽ. നിനക്ക് നിന്റെ മോനും ഇല്ലാത്തൊരു കാര്യം. അതുകൊണ്ട് നീയൊക്കെ ഇനി എന്ത് പ്രശ്നം എന്ത് ഇതായിട്ട് വന്നിട്ടുണ്ടെങ്കിലും കുഴപ്പമില്ല, ഞങ്ങളെ രക്ഷിക്കാനായിട്ട് കിരണും കല്യാണിയും ഉണ്ടെന്ന് കാർത്തിക ലക്ഷ്മിയും പറയണം. ഇത് ഏറ്റവും വലിയ അടിയായിരുന്നു പ്രകാശന് ഒരിക്കലും പ്രതീക്ഷിച്ചില്ല തനിക്കിട്ട് ഇങ്ങനെ അടി കിട്ടുമെന്നും താൻ കിടക്കേണ്ട വരുമെന്നും തന്നെ വെല്ലുവിളിക്കാനായിട്ട് അവരിങ്ങോട്ട് വരുമെന്നുള്ള കാര്യം. അപ്പം അതിൻ്റെ വിശേഷങ്ങളൊക്കെ അടുത്ത ആഴ്ച കാണാൻ പോകുന്നത്. ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ. ഒരിക്കൽ കൂടി എല്ലാവർക്കും ശുഭരാത്രി, ശുഭദിനം നേർന്നുകൊണ്ട് നിർത്തുന്നു. നന്ദി.